ലോകമെമ്പാടും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം. ജാപ്പാനീസ് ഭാഷയിലാണ് ഇത് എഴുതിയതെങ്കിലും ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തെത്സുഗോ കുറോയാനഗിയുടെ ടോട്ടോ-ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി. എഴുത്തിന്റെ ശൈലി കൊണ്ടും ഹൃദയസ്പർശിയായ സംഭവങ്ങൾ കൊണ്ടും ജനമനസ്സുകളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കീഴടക്കിയ ഒരു പുസ്തകമാണിത്. തെത്സുഗോ കുറോയാനഗിയുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് അവർ തന്റെ സൃഷ്ടിയായ ടോട്ടോ-ചാനിലൂടെ പങ്കുവയ്ക്കുന്നത്. തന്റെ അസഹ്യമായ വികൃതി കാരണം സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട കൊച്ചു ടോട്ടോ പുറത്താക്കിയെന്ന വിവരം അവളെ അറിയിക്കാതെ അവളെ അംഗീകരിക്കുന്ന ഒരു വിദ്യാലയം തേടി ഇറങ്ങുന്ന അമ്മയാണ് ടോമോ വിദ്യാലയം തിരഞ്ഞെടുത്തത്. വിദ്യാലയം എന്ന സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നതാണ് ഇതിലെ ടോമോ സ്കൂൾ. ഗ്രൗണ്ടിലെ നിശ്ചലമായ തീവണ്ടി, അതിലെ തീവണ്ടി ക്ലാസ് മുറികൾ, കൂടാതെ ഒരു അധ്യാപകൻ എന്ന സങ്കല്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു അധ്യാപകൻ. കൊച്ചു ടോട്ടോയുടെ ജീവിതത്തിൽ അങ്ങോളം മാതൃകയായ വ്യക്തി. പ്രകൃതിയെ പറ്റിയും മറ്റെല്ലാ ലോക കാര്യങ്ങളെ പറ്റിയും കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള കുട്ടികൾക്കിടയിലെ ഒരു മുതിർന്ന കുട്ടിയായ സൊസാക്കു കൊബായാഷി മാസ്റ്റർ. ഒരു സാങ്കല്പിക കഥ പോലെ തോന്നുന്നുണ്ട് അല്ലേ? അവിടെ നിന്നുള്ള രസകരമായ പല സംഭവങ്ങളും നമ്മളെ ഒരുപാട് രസിപ്പിക്കുന്നതാണ്. ഇതിനിടയിൽ ടോട്ടോയുടെ കുസൃതികളും.心配ないと泣きそうな私のそばでいつも変わらない笑顔でささやいてくれた。まだまだまだやれるよ、だっていつでも輝いてる。時には急ぎすぎて見失うこともあるよ、仕方ない。പോളിയോ ബാധിച്ച യാസുവാക്കിച്ചാനെ സാഹസികമായി മരത്തിൽ കയറ്റിയ രംഗം വളരെ രസകരമാണ്. 抱きしめたあなたの笑顔に何度助けられただろう、ありがとう
കണ്ണീരായി പ്രിയപ്പെട്ട വളർത്തുനായ റോക്കിയും. ഒരു ബോംബേറിൽ കത്തി നശിച്ച ഡോമോ സ്കൂൾ വായനക്കാരുടെ മനസ്സിൽ ഇന്നും ഒരു കനലായി അവശേഷിക്കുകയാണ്. പുസ്തകത്തിലെ ഏതാനും ചില സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകമൊന്ന് വായിക്കണമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും നിങ്ങൾ വായിക്കണം. ടോട്ടോ ചാൻ, ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി.